നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാന മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുന്നു. വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ വ്യാപക ചർച്ചകളാണ് നടക്കുന്നത്. ചർച്ചകളിൽ ധാരണയായാൽ ഇന്ന് തന്നെ മുഖ്യമന്ത്രി പദപ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് സൂചന. ഘടകകക്ഷി നേതാക്കളുടെയും സോണിയാഗാന്ധി, എ.കെ. ആന്റണി എന്നിവരുടെയും അഭിപ്രായം തേടാനും സാധ്യതയുണ്ടെന്ന് ACC വൃത്തങ്ങൾ അറിയിച്ചു. കേരളത്തിന് അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വ തീരുമാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു. ഇന്നലെ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്ന 3 മണിക്കൂർ നീണ്ട ചർച്ചയിലും അന്തിമ പ്രഖ്യാപനം ഉണ്ടായില്ല. ഘടകകക്ഷികളുമായി രാഹുൽ ഗാന്ധി സംസാരിച്ച ശേഷം ഉടൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ KC വേണുഗോപാലിനാണ് നിലവിൽ സാധ്യത. എന്നാൽ VD സതീശനും രമേശ് ചെന്നിത്തലയും അവകാശവാദത്തിൽ നിന്നും പിന്മാറിയിട്ടില്ല. ചർച്ചയിൽ തന്റെ സീനിയോറിറ്റിയും അനുഭവ സമ്പത്തും രമേശ് ചെന്നിത്തല ബോധ്യപ്പെടുത്തി. ഇതിൽ ഹൈക്കമാൻഡ് തൃപ്തി രേഖപ്പെടുത്തിയതായാണ് സൂചന. മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളുടെ നിലപാടുകൾ രാഹുൽ ഗാന്ധി നേരിട്ട് ചോദിച്ചറിയും. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ തീരുമാനവും നിർണായകമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. കേരള മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ പിടിമുറുക്കുമ്പോഴും തിരിച്ചടിയാകുന്നത് ഉപതെരഞ്ഞെടുപ്പ് സാധ്യതകൾ. KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്താൽ 2 ഉപതെരഞ്ഞെടുപ്പുകളാണ് സംസ്ഥാനത്ത് നടക്കുക. ഈ സാധ്യതകൾ തന്നെയാണ് KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിലെ പ്രധാന തടസ്സമാകുന്നത്. നിലവിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള MP ആണ് KC വേണുഗോപാൽ. മുഖ്യമന്ത്രിയായാൽ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ആലപ്പുഴയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. CPM-ഉം കോൺഗ്രസും തമ്മിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ലോക്സഭാ സീറ്റാണിത്. ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച 2024 തെരഞ്ഞെടുപ്പിൽ BJP 11% വോട്ട് വർധനവ് നേടിയിരുന്നു. നേരത്തെ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ആലപ്പുഴയിൽ പരാജയം രുചിച്ചിരുന്നു. അതിനാൽ ആലപ്പുഴ ലോക്സഭാ സീറ്റ് കോൺഗ്രസിന് ഉറപ്പായ സീറ്റായി കണക്കാക്കാനാവില്ല. നിലവിലെ സാഹചര്യത്തിൽ KC വേണുഗോപാലിനെതിരെ പാർട്ടി അണികൾക്കിടയിലും ഘടകകക്ഷികൾക്കിടയിലും വലിയ അതൃപ്തി രൂപപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്ന സ്ഥിതിയുണ്ടാകും. നിലവിൽ ഒരു MP മാത്രമുള്ള LDF-ന് അങ്ങനെ വന്നാൽ ഒരു MP കൂടി ലഭിക്കാനാണ് കൂടുതൽ സാധ്യത. 2019 LDF-ന് കേരളത്തിൽ നിന്ന് ലഭിച്ച ഏക ലോക്സഭാ സീറ്റ് ആലപ്പുഴയിലേതായിരുന്നു. അതേസമയം 2024 തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ BJP നടത്തിയ വലിയ കുതിപ്പ് കണക്കിലെടുക്കുമ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ BJP വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ആലപ്പുഴയിൽ നിന്നുള്ള മുതിർന്ന പത്രപ്രവർത്തകനായ ജയപ്രകാശ് അടക്കം പറഞ്ഞിരിക്കുന്നത്. ചില കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളും ഈ അപകട സാധ്യതയെക്കുറിച്ചും AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കാൻ എന്നിവരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തെക്കൻ കേരളത്തിലെ 3 നിയമസഭാ സീറ്റുകളിലെയും തിരുവനന്തപുരം കോർപ്പറേഷനിലെയും വിജയം BJPക്ക് കേരളത്തിൽ വളരാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഇതിനകം തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും BJP വൃത്തങ്ങൾ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം 2024 KC വേണുഗോപാൽ കാരണം ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റ് BJPക്ക് ലഭിച്ചതിനാൽ കോൺഗ്രസ് ഇതിനകം തന്നെ വളരെയധികം വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഏതെങ്കിലും ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നേരിടുന്നത് വേണുഗോപാലിന് ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെങ്കിലും കോൺഗ്രസിലെ ഉൾപോരുകൾ അദ്ദേഹത്തിന്റെ വിജയ മാർജിനെ ബാധിച്ചേക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചില സിറ്റിംഗ് MP-മാരുടെ അപേക്ഷ കോൺഗ്രസ് നിരസിച്ചിരുന്നു. അതിനാൽ വേണുഗോപാലിന് ഒരു ഇളവ് നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആഗ്രഹിച്ച MP-മാർക്കിടയിൽ നീരസത്തിന് കാരണമാകും. അതിലും പ്രധാനം KC വേണുഗോപാലിന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ നിലവിലെ ഒരു കോൺഗ്രസ് MLA രാജിവെക്കേണ്ടി വരും. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മാത്രമേ KCക്ക് മുഖ്യമന്ത്രിയായി തുടരാനാകൂ. നിലവിലെ സാഹചര്യത്തിൽ KC വേണുഗോപാലിനെതിരെ ശക്തമായ വികാരമുണ്ട്. ജയിക്കാനായില്ലെങ്കിൽ KC മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്ത ഹൈക്കമാൻഡ് തീരുമാനം ചോദ്യം ചെയ്യപ്പെടും. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം എന്ത് തന്നെയായാലും അത് അംഗീകരിക്കുമെന്ന് 3 നേതാക്കളും ഖാർഗെയും രാഹുലിനെ അറിയിച്ചു. അതേസമയം മുഖ്യമന്ത്രി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട അണികൾ അച്ചടക്കം പാലിക്കാത്തതിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയാണ് രേഖപ്പെടുത്തിയിരുന്നത്. ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങളും പോസ്റ്റർ യുദ്ധങ്ങളും പാർട്ടിയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. ഇത്തരം പ്രവണതകൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വ്യക്തമാക്കി. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് തുടങ്ങിയ യോഗത്തിൽ നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജയ് മാക്കാൻ എന്നിവരും പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള ഭിന്നതയും ഉണ്ടാവരുതെന്ന് രാഹുൽ ഗാന്ധി അണികൾക്ക് കർശന നിർദ്ദേശം നൽകി. ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്നും ഒറ്റക്കെട്ടായി
മുന്നോട്ട് പോകുമെന്നും ഉറപ്പ് നൽകിയതോടെയാണ് ചർച്ചകൾ അവസാനിച്ചത്. ചർച്ചകൾക്ക് ശേഷം വി ഡി സതീശനും KCയും ഇന്നലെ തന്നെ കേരളത്തിലേക്ക് മടങ്ങിയിരുന്നു. ഇന്നാണ് രമേശ് ചെന്നിത്തല കേരളത്തിലേക്ക് മടങ്ങുക. ഏതായാലും കേരളം കാത്തിരിക്കുകയാണ് ആരായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രി എന്നുള്ളത്. ഏതായാലും ജനങ്ങളടക്കം ഇപ്പോൾ ചോദിച്ചു തുടങ്ങി. ഇത്രയും ദിവസമായിട്ടും, അതായത് കേരളത്തിനൊപ്പം തന്നെ ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പുതിയ മന്ത്രിസഭാ രൂപീകരണത്തിലുള്ള തിരക്കിലാണ് അവർ. പക്ഷെ ഇപ്പോഴും കേരളത്തിൽ ഈ അനിശ്ചിതത്വം തുടരുകയാണ്. പലരും കമന്റുകളിലൂടെയൊക്കെ തന്നെ പിണറായി വിജയനെ തിരികെ വിളിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തമാശ രൂപേണ പല ട്രോളുകളും ഇറക്കുന്നുണ്ട്. ഏതായാലും ഈ നാണക്കേട് മറയ്ക്കണമെങ്കിൽ ഇനിയെങ്കിലും വളരെ വേഗത്തിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം വന്നേ പറ്റുകയുള്ളൂ. മതി കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെടുത്തായി